ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലഞ്ചിന് നമ്മളിന്ന് നെയ്ച്ചോറ്, ഈസ്റ്റ്, കടുമാങ്ങ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഓയിലൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കുറച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉലുവൊക്കെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട്. ഉലുവ കരിഞ്ഞാൽ ടേസ്റ്റ് ഫുള്ള് മാറിപ്പോവും. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക്, ഒരു ഹാഫ് തക്കാളി, കുറച്ച് കരിവേപ്പില, ഇതൊന്നും ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇതൊക്കെ അത്യാവശ്യം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാങ്ങയൊക്കെ അപ്പോൾ ഇതിൽ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതൊക്കെ ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കാം. കടുമാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കടുമാങ്ങയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇടുന്ന വെച്ചാൽ നല്ലൊരു മധുരത്തിൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. എരിവും മധുരം കൂടി വരുമ്പോൾ കടുമാങ്ങക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതൊന്നും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കുക. അപ്പോഴത്തേക്ക് ഇതൊന്ന് കുറുകി വരും. എന്നിട്ട് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇപ്പോൾ കടുമാങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പോകുന്നത് ഈസ്റ്റ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ്റെ ഈസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1 കിലോ ചിക്കനാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ബൗളിലേക്ക് ചപ്പ്, പുതിന, കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചത്, തൈര്, കുരുമുളക് ക്രഷ് ചെയ്തത്, ഒരു 2 വെല്ലുള്ളി അരിഞ്ഞെടുത്തത്, ഉരുളക്കിഴങ്ങ്, ഇത് 1-ാം പാലാണ് കേട്ടോ തേങ്ങാപ്പാലിൻ്റെ, ഇത് 2-ാം പാലാണ്, ഒരു ടൊമാറ്റോ നല്ല അരിഞ്ഞെടുത്തത് ചെറുങ്ങനായിട്ട്, ആവശ്യത്തിന് ഉപ്പ്, പെരിഞ്ജീരകപ്പൊടി,
ബിരിയാണി മസാല, ലൈം ജ്യൂസ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈസ്റ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ. 1-ാം പാലും 2-ാം പാലും വേണം കേട്ടോ ഈസ്റ്റിലേക്ക്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന മസാലകളൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കണം.
അപ്പോൾ ദാ ചോറ് ഇനി ഇത് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഈസ്റ്റ് ഇപ്പോൾ റെഡിയാക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഇടാട്ടോ. ചിക്കൻ ഫ്രൈ ആക്കുന്നത് പോലെ ഒന്നും നമ്മളിത് ഉള്ളി നല്ലോണം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, ചിക്കനും തൈരും ഒക്കെ ഇട്ടിട്ടുള്ള ആ മിക്സ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ ചിക്കൻ്റെ ഇതിലാക്കി ആ പാത്രത്തിലെ വെള്ളം തന്നെ കേട്ടോ ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് ക്യാബേജിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ക്യാബേജും ക്യാരറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പേരിയാണ്. അതിപ്പോൾ ഒരു ഗ്യാസിൽ നിന്ന് ആവുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്യാസിൽ ഇതാ നമുക്ക് നെയ്ച്ചോറിലേക്ക് ഇടാനുള്ള ഉള്ളി പൊരിക്കുകയാണ്. ഉള്ളിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളി ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ പൊരിച്ച ഉള്ളി ഇതൊക്കെ ഇതാ നെയ്ച്ചോറിലേക്ക് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ട്രഡീഷണൽ കോംബോ തന്നെയാണ് കേട്ടോ ഈ നെയ്ച്ചോറ്, ഈസ്റ്റ്, കടുമാങ്ങ എന്നൊക്കെ പറയുന്നത്. പണ്ട് കാലം മുതലേ ഉള്ളൊരു കോംബോ ആണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലിലേക്ക് ചപ്പ്, പുതിന, കറിവേപ്പില, പിന്നെ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുരുമുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈസ്റ്റൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അതാ ഈ പാലും ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈസ്റ്റൊക്കെ നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഓവർ തിളച്ച് വരരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അങ്ങനത്തെ കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇതാ സാലഡ് ആക്കാണ്. അപ്പം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഹസ്ബൻഡാണ് ഇപ്പോൾ കേട്ടോ കട്ട് ചെയ്ത് തരുന്നത്. സാലഡിനായിട്ട് നമ്മൾ ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി, 2 പച്ചമുളക് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ സാലഡിലേക്ക്.
സാലഡൊക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ സുർക്കയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നെയ്ച്ചോറ് വെച്ചിട്ടൊക്കെ അപ്പോൾ നമ്മൾ വാഴയിലാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഹസ്സും മക്കളും ബ്രദറും ഉപ്പയൊക്കെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇപ്പാണ് കേട്ടോ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കൽ. എന്നിട്ടാണ് ഉപ്പ വിളമ്പൽ. അങ്ങനെ എല്ലാവർക്കും ഇതാ വിളമ്പി കൊടുത്ത് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ നോട്ടിഫിക്കേഷനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഇൻഷാ അല്ലാഹ്.